നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് വലിയ താമസമില്ലാതെ തന്നെ വത്തിക്കാനിൽ തുടക്കമാകും. ശനിയാഴ്ചയാണ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സാധാരണഗതിയിൽ വത്തിക്കാനിലെ ഒരു രീതി അനുസരിച്ച് ഒരു മാർപ്പാപ്പ അന്തരിച്ചാൽ 15 ദിവസത്തിന് ശേഷമാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇതിനെ കോൺക്ലേവ് എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുള്ള കർദിനാൾമാർ വത്തിക്കാനിൽ സിസ്റ്റൈൻ ചാപ്പലിൽ ഒത്തുകൂടി അവർ അവിടെ ഇരുന്നു കൊണ്ടാണ് പുതിയ മാർപ്പാപ്പയെ നിശ്ചയിക്കുന്നത്. ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നുള്ളത് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോഴും പരക്കുന്നുണ്ട് എങ്കിലും ആർക്കാണ് ഇതിന് സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ആർക്കും യാതൊരു തരത്തിലുള്ള വ്യക്തതയും ലഭിച്ചിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് പ്രശസ്ത അന്താരാഷ്ട്ര മാധ്യമമായ ഡെയിലി മെയിൽ അവർ ചാറ്റ് GPT-യോട്, അതായത് ഏറ്റവും പുതിയ AI സംവിധാനമായ ചാറ്റ് GPT-യോട് അടുത്ത മാർപ്പാപ്പ ആരാണ് എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു വളരെ വിശദമായ റിപ്പോർട്ടാണ് ഡെയിലി മെയിൽ നൽകിയിരിക്കുന്നത്. ചാറ്റ് റിപ്പോർട്ട് ആരെയാണ് പുതിയ മാർപ്പാപ്പയായി തീരുമാനിച്ചത് എന്ന് നമുക്ക് നോക്കാം. ചാറ്റ് GPT-യുടെ കണക്കനുസരിച്ച് റോമൻ കത്തോലിക്ക സഭയുടെ അടുത്ത തലവനാകാൻ പോകുന്ന വ്യക്തി കർദിനാൾ പിയാട്രോ പരോളിനാണ്. പിയാട്രോ പരോളിൻ ഇറ്റലി സ്വദേശിയാണ്. അത് 70 വയസ്സുകാരനാണ്. മാത്രമല്ല ഇദ്ദേഹം വത്തിക്കാനിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ആൾ കൂടിയാണ് ഇദ്ദേഹം. പരോളിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ വത്തിക്കാൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവി കൂടി വഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനായിരിക്കും സാധ്യത എന്നാണ് ചാറ്റ് GPT പറയുന്നത്. എന്നാൽ ചാറ്റ് GPT മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ മാർപ്പാപ്പ ആവുകയാണെങ്കിൽ പോലും അത് നേരിയ ഭൂരിപക്ഷത്തിനായിരിക്കും അദ്ദേഹം മാർപ്പാപ്പയാവുക എന്നതാണ്. ഈ 3-4 പേരിൽ ആർക്കും തന്നെ 2% വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി കർദിനാൾ പരോളിനാകാം മാർപ്പാപ്പയാവുക എന്നാണ് ഇപ്പോൾ AI പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇത് ഒരു ശരിയായ വിലയിരുത്തലാണെന്ന് നമുക്ക് കരുതാൻ കഴിയുകയില്ല. എങ്കിലും നിലവിലെ സ്ഥിതിഗതിയിൽ വെച്ച് നോക്കുമ്പോൾ കർദിനാൾ പരോളിന് വളരെയേറെ സാധ്യതകളുണ്ട്. ഇവിടെ പറയുന്ന മറ്റൊരു സാധ്യത, ഇപ്പോൾ നിലവിലുള്ള 135 വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ 108ഓളം പേരെ നിയമിച്ചത് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഏറ്റവും വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന വ്യക്തി കർദിനാൾ പരോളിനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ച കർദിനാൾമാർ ഭൂരിപക്ഷം പേരും ഒരുപക്ഷെ പരോളിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ചാറ്റ് GPT ഈ ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് വിരലിച്ചു കൊണ്ടുവന്നത്. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർക്ക് മാത്രമേ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവരെല്ലാവരും ഒത്തുചേർന്ന് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ കോൺക്ലേവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരൊരിക്കലും ഇതിൻ്റെ ഒരു ഫലം അറിയുന്നതുവരെ പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതമായിരിക്കും അവർ അവിടെ നയിക്കുക. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ വെള്ളപ്പുക അവിടെ നിന്ന് പുറത്ത് വരും. തീരുമാനം ആയിട്ടില്ലെങ്കിൽ കറുത്ത പുകയായിരിക്കും പുറത്ത് വരിക. ഏതായാലും ഇപ്പോഴും അഭ്യൂഹങ്ങൾ ബാക്കി നിൽക്കുകയാണ്. മറ്റു ചില രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഏഷ്യക്കാരൻ ഇത്തവണ മാർപ്പാപ്പയാകണമെന്നുണ്ട്. മറ്റു ചിലർ ആഗ്രഹിക്കുന്നതായിട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരൻ മാർപ്പാപ്പയാകണമെന്നാണ്. എന്നാൽ ഇവർക്കുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ചാറ്റ് GPT അതിനും ഒരു ഉത്തരം നൽകുന്നുണ്ട്. മനിലയിലെ മുൻ ആർച്ച് ബിഷപ്പായ കർദിനാൾ ടാഗിൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു. ഏഷ്യൻ ഫ്രാൻസിസ് എന്ന് പോലും അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹം വളരെ സാധ്യതയുള്ള ഒരാളാണ്. അതുപോലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പോപ്പാവാൻ സാധ്യതയുള്ള വ്യക്തിയാണ് കേപ്പ് കോസ്റ്റിലെ മുൻ ബിഷപ്പായ 70കാരനായ പീറ്റർ ടർക്സൺ. പിന്നെ 72കാരനായ ആഗസ്തി കർദിനാൾ പീറ്റർ എർദോ എന്നിവരുമൊക്കെ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ്. ഒരു കറുത്ത വർഗ്ഗക്കാരൻ മാർപ്പാപ്പ ആവുകയാണെങ്കിൽ അത് വലിയൊരു വിപ്ലവകരമായ മാറ്റം തന്നെയായിരിക്കും ആഗോള കത്തോലിക്ക സഭയിൽ ഉണ്ടാകുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും ഒരു ഏഷ്യക്കാരൻ മാർപ്പാപ്പ ആയിരുന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ചാറ്റ് GPTയുടെ കണക്കൂട്ടലൊക്കെ തന്നെ ഒരുപക്ഷെ ശരിയായെന്നും ശരിയായില്ലെന്നും വരാം. എങ്കിൽ പോലും അവർ സാധ്യത കൽപ്പിക്കുന്ന കർദിനാൾ പരോളിൻ എന്തുകൊണ്ടും ഈ സ്ഥാനത്തേക്ക് എത്താൻ അർഹനാണ് എന്നാണ് പൊതു വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരസ്യ നിലപാടെടുത്തിട്ടുള്ളത് ഹോങ്കോങ്ങിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഒരു കർദിനാൾ മാത്രമാണ്. എന്നാൽ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ എത്രത്തോളം അത് നടപ്പിലാകുമെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല അദ്ദേഹത്തിന് വോട്ടവകാശമില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. 93 വയസ്സുകാരനാണ് ഈ കർദിനാൾ. ലോകം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ ഒരു വോട്ടെടുപ്പിൻ്റെ ഫലം എന്നായിരിക്കും വരിക എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം.